മലപ്പുറം ചെമ്മാട് ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോറിയിൽ ഉള്ളിച്ചാക്കിന്റെ മറവിലാണ് സ്ഫോടക വസ്തുക്കൾ കടത്തിയത്. കേസിൽ ഒളിവിലായിരുന്ന 2 പേരെയും കണ്ണൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പാലക്കാട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശിയായ ലോറിയുടമയുടെ ഭർത്താവ് സജി എന്ന മുഹമ്മദ് സലീം, ലോറി ഓടിച്ചിരുന്ന കണ്ണൂർ ചെറുപുഴ സ്വദേശി അനിൽകുമാർ എന്നിവരെ കണ്ണൂരിൽ നിന്നാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ചെമ്മാട് വെച്ച് ഉള്ളി കയറ്റിയ ലോറിയിൽ നിന്ന് വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം കണ്ടെടുത്തത്. സജി എന്ന് പറയുന്ന മുഹമ്മദ് സലീമിന് സമാനമായിട്ടുള്ള 4ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വണ്ടൻമേട് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളിൽ അദ്ദേഹം അബ്സ്കോണ്ടിംഗ് ആയി നടക്കുന്ന ആളാണ്. കൂടാതെ സുൽത്താൻ ബത്തേരി, കൊണ്ടോട്ടി എന്നീ സ്റ്റേഷനിലും ആൾക്കെതിരെ കേസുകളുണ്ട്. തമിഴ്നാട് അതുപോലെ കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നുള്ള വിവരത്തിലാണ്. കൂടുതൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലേ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ. പിടിയിലായ സജി എന്ന സലീമിനെതിരെ വണ്ടൻമേട്, ഈരാറ്റുപേട്ട, ബത്തേരി, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനുകളിൽ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച കേസുകളുണ്ട്. ഡ്രൈവർ അനിൽകുമാറിനെതിരെയും സമാനമായ 2 കേസുകൾ ജില്ലയിലുണ്ട്. ക്വാറികളിൽ പാറ പൊട്ടിക്കാനായി കർണാടകയിൽ നിന്നാണ് അനധികൃത സ്ഫോടക വസ്തുക്കൾ ചെമ്മാട് എത്തിച്ചതെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകി. ചെമ്മാട് എരിഞ്ഞിമാവിൽ ഹോളോ ബ്രിക്സ് കട നടത്തുന്നയാൾക്ക് വേണ്ടിയാണ് ഇവ എത്തിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാനുള്ള നീക്കം ആരംഭിച്ചു. ന്യൂസ് മലയാളം, മലപ്പുറം.